രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തിയിരിക്കുന്നത് ചില പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മല്ലികാർജ്ജുൻ ഖാർഗെയെ കാണുന്നതിനായിട്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ എത്തിയത് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നതെങ്കിൽ തന്നെയും പക്ഷേ അദ്ദേഹത്തിന് സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടിയുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം സോണിയാഗാന്ധിയെ കാണും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം പലതരത്തിലെ ചർച്ചകൾ നടക്കുമ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യമായ ഒരു പരിഗണന മുഖ്യമന്ത്രി ചർച്ചയിൽ കിട്ടുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അണികൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. മാത്രവുമല്ല, രമേശ് ചെന്നിത്തലയുടെ പേര് ചർച്ചയിൽ നിന്നും പുറത്തേക്ക് മാറപ്പെടുന്നുണ്ടോ ഒരു സംശയം അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിരുന്നു. പാർട്ടിയിൽ ഇത്രയധികം പരിചയസമ്പന്നത ഉള്ള ഒരു നേതാവ് എന്ന നിലയ്ക്ക് തൻ്റെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന് തന്നെ നേരത്തെ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. ഈ അടിസ്ഥാനത്തിൽ പ്രത്യേക നിരീക്ഷകർ സംസ്ഥാനത്ത് എത്തുമ്പോഴേക്കും രമേശ് ചെന്നിത്തല കാര്യം കൂടി ചർച്ച ചെയ്യപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വലിയ വിഷയമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല നേരിട്ട് തന്നെ സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. പക്ഷേ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച നടത്തുന്നത് എന്നുള്ള പറയുന്നെങ്കിൽ തന്നെയും കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ഈ സമീപകാലത്ത് കേരള നേതാക്കന്മാരും തന്നെ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം അല്ലെങ്കിൽ സമയം ലഭിച്ചിരുന്നില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ എന്തായാലും മല്ലികാർജ്ജുൻ ഖാർഗെയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് സോണിയാഗാന്ധിയെ കാണുന്നത്. സംസ്ഥാനത്തേക്ക് കേന്ദ്ര നിരീക്ഷകർ, അതായത് മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര നിരീക്ഷകർ ഇന്ന് എത്തുകയാണ്. അതിന് തൊട്ടു മുമ്പാണ് ഇപ്പോൾ സോണിയാഗാന്ധിയെ കാണുന്നതിന് വേണ്ടി രമേശ് ചെന്നിത്തല തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നതൊക്കെ തന്നെ AICയുടെ കയ്യിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശരി, വ്യക്തമാണ്. എന്തായാലും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നൊരു വിവരങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ചയ്ക്കായി അനുമതിയും ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.